بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, പഴയ കാലത്ത് പൂർവികരായ ആളുകൾ മദ്രസയും പള്ളിയും ദീനി സ്ഥാപനങ്ങളൊക്കെയും നിർമ്മിച്ചത് അന്നത്തെ പാവങ്ങളായ സാധാരണക്കാരുടെ അധ്വാനങ്ങളിൽ നിന്ന് അവർ നൽകുന്ന വിഹിതങ്ങളെ കൊണ്ടാണ്. പിടിയേരി പോലെയുള്ള സംവിധാനങ്ങളും അങ്ങനെ തുടങ്ങി സാധാരണക്കാരായ ആളുകൾ നൽകുന്ന അവരുടെ സംഭാവനകൾ, സ്വതക്കകൾ, ഹദിയകൾ ഇങ്ങനെ തുടങ്ങി ചെറിയ നാണയത്തുട്ടുകൾ ശേഖരിച്ച് അന്ന് പള്ളിയും മദ്രസയും മറ്റു സംവിധാനങ്ങളൊക്കെയും നാടുകളിൽ നിർമ്മിച്ചത്. പക്ഷെ കാലങ്ങൾ ഒരുപാട് മാറി. ദാരിദ്ര്യത്തിൽ നിന്നൊക്കെ ജനങ്ങൾ കരകയറി ഐശ്വര്യത്തിലും ക്ഷേമത്തിലും സമൃദ്ധമായൊരു കാലഘട്ടത്തിലെത്തിയപ്പം നമ്മുടെ പള്ളികൾക്കൊക്കെ പുതിയ രീതിയിലുള്ള വരുമാനങ്ങളൊക്കെ അവരാരംഭിച്ചു. പള്ളിക്ക് വേണ്ടി കെട്ടിട നിർമ്മാണങ്ങൾ നടത്തി അത് വാടക കൊടുത്തു, അല്ലെങ്കിൽ മദ്രസ പഠനത്തിന് ശേഷം ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി കെട്ടിടം നൽകി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടും മറ്റും സ്ഥായിയായ പല വരുമാനങ്ങളും ഇപ്പോൾ നമ്മുടെ പള്ളികൾക്കും മദ്രസകൾക്കും മറ്റും ദീനി സ്ഥാപനങ്ങൾക്കൊക്കെ ഉണ്ട്. ഇന്ന് അൽഹംദുലില്ലാ നമ്മുടെ നാടുകളിൽ മനോഹരമായ പള്ളികൾ, മദ്രസകൾ, മറ്റു സംവിധാനങ്ങളൊക്കെ വളർന്നു വന്നു. എന്നാൽ പോലും ഇപ്പോഴും വെള്ളിയാഴ്ചകളിൽ, വിശേഷ ദിവസങ്ങളിൽ ഒക്കെ സാധാരണക്കാരായ ആളുകൾ നൽകുന്ന ഹദിയകളും സംഭാവനകളും സ്വതക്കകളൊക്കെയാണ് നമ്മുടെ കൂടുതലുമായി നമ്മൾ ആശ്രയിച്ചു വരുന്നത്. മാത്രമല്ല, പല സ്ഥാപനങ്ങളും ദീനി സ്ഥാപനങ്ങളും അത് മുന്നോട്ട് പോകണമെങ്കിൽ വലിയ ചിലവുണ്ട് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് സുന്നികളതായാലും അല്ലാത്തവരുടേതായാലും ഇത്തരം സംഭാവനകൾ കൊണ്ടാണ് നടന്നു പോകുന്നത്. പക്ഷേ ഈ കൂടുതൽ പള്ളിയുടെ പുനരുദ്ധാരണത്തിന് അല്ലെങ്കിൽ മദ്രസയുടെ നവീകരണത്തിനൊക്കെ പണം ആവശ്യമായി വരുമ്പോൾ ഒരു വഅദ് മജ്‌ലിസൊക്കെ സംഘടിപ്പിച്ച് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി അന്ന് പിരിവ് എടുത്തിട്ടും സംഭാവനകൾ സ്വീകരിച്ചിട്ടും ഇപ്പോഴും ആ രീതി തുടർന്നു പോകുന്നുണ്ട്. അതിലൊന്നും യാതൊരു തെറ്റുമില്ല, അതെല്ലാവർക്കും ആവാം. ഇവിടെ ഞാനിത് പറയാൻ കാരണം, സുന്നികൾ ചെയ്യുമ്പോൾ അത് വലിയ മഹാപാതകവും ആയി കാണുകയും അത് സോഷ്യൽ മീഡിയയിലടക്കം പരിഹസിക്കുകയും അവരെ ഒന്നുമല്ലാത്തവരാണെന്ന് ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ ഇന്ന് നമുക്കിടയിലുണ്ട്. അവരാണ് വഹാബികൾ, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ കക്ഷികൾ. അവരുടെ സ്ഥാപനങ്ങളും സംവിധാനങ്ങളൊക്കെ നടന്നു പോകുന്നത് എങ്ങനെയാണ്? ഇതുപോലെ സംഭാവനകൾ പിരിച്ചിട്ടാണ്. അല്ലാതെ പിന്നെ അവർക്ക് കൂടാതെ സക്കാത്തിൻ്റെ വലിയ ഒരു വിഹിതം അവർ സാധാരണക്കാരായ അതിൻ്റെ സക്കാത്ത് നൽകുന്ന ആളുകളിൽ നിന്ന് പിരിച്ചു വാങ്ങി വലിയ ലക്ഷങ്ങൾ, കോടികളായി അവർക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൂടുതൽ ഇത്തരം മജ്‌ലിസുള്ള പിരിവുകൾക്കോ മറ്റോ അവർ മെനക്കെടാറില്ല. കാരണം അവർക്ക് സമ്പാദ്യമുണ്ട്, സക്കാത്തിൻ്റെ ഫണ്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. സക്കാത്ത് കേരളീയ സാഹചര്യത്തിൽ, ഇന്ത്യൻ സാഹചര്യത്തിൽ സക്കാത്ത് വാങ്ങുന്നതിൻ്റെയോ പിരിക്കുന്നതിൻ്റെയോ ഇസ്ലാമികമായ മാനദണ്ഡം ഞാനിവിടെ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കാരണം ഒരു ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്ത് ആ ഭരണാധികാരി ഏൽപ്പിക്കുന്നവന് മാത്രമേ, അതിന് ചുമതലപ്പെടുത്തുന്നവന് മാത്രമേ ആ സക്കാത്ത് അതിൻ്റെ അവകാശികളിൽ നിന്ന് വാങ്ങി അതിനർഹതപ്പെട്ട ആളുകൾക്ക് നൽകാനുള്ള ഇസ്ലാമികമായ നിയമമുള്ളൂ. അതെല്ലാം മാറ്റിവെച്ച് ഇവിടെ വഹാബികൾ, ജമാഅത്തെ ഇസ്ലാമികൾ, ജമാഅത്തെ മൗദൂദികൾ എന്ന് പറയാനാവും നല്ലത്, അവരൊക്കെയും ജനങ്ങളിൽ നിന്ന് സക്കാത്ത് പിരിച്ച് ഒരു വേള ബാങ്കിൽ സൂക്ഷിച്ച് അതിൻ്റെ പലിശയുടെ കണക്ക് പോലും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഏതായാലും അതവിടെ നിൽക്കട്ടെ, അതല്ല എൻ്റെ വിഷയം. പക്ഷേ സുന്നികൾ മാത്രം പിരിവ് വാങ്ങുമ്പോൾ അത് പരിഹസിക്കുകയും അത് വലിയൊരു അപരാധമായി, അപാകതയായി, തെറ്റായി കാണുകയും ചെയ്യുന്ന വഹാബികൾ, അവരുടെ ഏറ്റവും മനോഹരമായ ചില പിരിവുകൾ നമ്മൾ കാണേണ്ടതുണ്ട്, കാണാതെ പോകരുത്. അങ്ങനെ തുടങ്ങിയ ചില ക്ലിപ്പുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് യാഥാർത്ഥ്യമാണ്, ഇത് നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല. പലപ്പോഴും വഹാബി ആശയത്തിൽ പെട്ടുപോയ പാവങ്ങളായ, പാമരങ്ങളായ, സാധാരണക്കാരായ വഹാബി അണികൾ പലപ്പോഴും നമ്മുടെ സുന്നികളുടെ പിരിവും മറ്റൊക്കെ കാണിച്ച് കൊട്ടി ഘോഷിക്കാറുണ്ട്. പാവങ്ങൾക്കത് അറിയാത്തത് കൊണ്ടാണ്. കാരണം അവരിൽ വലിയ പിരിവുകളും മറ്റും അവരുടെ സദസ്സുകളിലും, എന്തിനേറെ വെള്ളിയാഴ്ചകളിലും പെരുന്നാളിൻ്റെ ഈദ്ഗാഹിൽ പോലും അവർ വാങ്ങിക്കൂട്ടുന്നത് ഈ പാവങ്ങൾ അറിയുന്നില്ല എന്നതാണ് സത്യം. അത്തരം വഹാബികളുടെ മനോഹരമായ ചില പിരിവുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. മാത്രമല്ല, ചെറിയ നിലക്കുള്ള പിരിവുകളൊന്നുമല്ല, കാശുകളുമല്ല, സ്വർണം തന്നെ വാങ്ങുന്നത് ഞാൻ കാണിച്ചു തരികയാണ്. അതും ഈദ്ഗാഹ് പോലെയുള്ള ആ പെരുന്നാൾ ദിവസത്തിൽ പോലും അവർ പിഴിയാണ്. ആ പാവങ്ങളായ വിശ്വാസികൾ ചൂഷണം ചെയ്യുകയാണ്. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ചൂഷണമാണ്. കൃത്യമായി ഈദ്ഗാഹിൽ പോലും ചൂഷണം ചെയ്യുന്ന മൗലവിയെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്തരത്തിൽ
പിരിവുകളൊക്കെ പരിഹസിക്കാനുള്ളതല്ല, അതെല്ലാവരും വാങ്ങുന്ന ഒന്നാണ്. അതിന് പിന്നെ ഒരു തെറ്റുമില്ല. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗിച്ചിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് തൻ്റെ മടിശീല കാണിച്ചുകൊണ്ട് സ്ത്രീകൾ നിന്ന് സ്വർണ്ണാഭരണങ്ങളും അല്ലാതെയും വാങ്ങിയ ചരിത്രങ്ങളൊക്കെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. അപ്പോൾ അത്തരത്തിൽ തെളിവുകളൊക്കെ ഉണ്ടായിരിക്കെ ഇവർ എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ പരിഹസിക്കുന്നത്? നമ്മുടെ കേരളത്തിലെ മദ്രസകളും പള്ളികളും മറ്റു സംവിധാനങ്ങളൊക്കെയും പിരിവുകൊണ്ട് തന്നെയല്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ വഹാബികൾ പിരിക്കാതെയാണോ ഈ സംവിധാനങ്ങൾക്ക് നടന്നു പോകുന്നത്? അല്ല, അവർക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് വരുന്നുണ്ടോ? അത് സംശയിക്കേണ്ടതാണ്. കാരണം അതിന് ചില കാരണങ്ങളുണ്ട്, അതുകൊണ്ട് സംശയിച്ചു പോകും. ഏതായാലും അത്തരത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ചില പിരിവുകൾ നമുക്ക് കാണാം. പക്ഷേ ഇവർ പൊതുവേദികളിൽ പറയുന്നത് എന്താണ്? ഞങ്ങൾ പിരിക്കാറില്ല, ഞങ്ങളങ്ങനെ വാങ്ങാറില്ല, ഞങ്ങളങ്ങനെ ചൂഷണം ചെയ്യാറില്ല, ഞങ്ങൾ ഒരു തെരിപ്പൊന്നു പോലും ഞങ്ങൾ വാങ്ങാറില്ല, കാശ് ഞങ്ങൾ വാങ്ങാറേ ഇല്ല എന്നൊക്കെ ആണ് പൊതുവേദികളിൽ അവർ പറയുന്നത്. സത്യത്തിൽ അവർ വാങ്ങുന്ന എത്രയോ വീഡിയോകൾ, ക്ലിപ്പുകൾ നമ്മുടെ കയ്യിലുണ്ട്. അത് ചിലത് കാണാൻ വളരെ രസകരമായ ചില ക്ലിപ്പുകൾ മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇട്ട് തരുന്നത്. അരയാഭരണങ്ങൾ, മാലകൾ, പാദസരങ്ങൾ ഇവിടെ ചൂഷണം ചെയ്യപ്പെടുന്നില്ല. അവിടെ നിന്ന് ആ രീതിയിലൂടെ പണം പിരിക്കുന്ന ഒരു സമ്പ്രദായം ഇല്ല. ഇതാ ആരുമല്ല, നമ്മുടെ ബാലുശ്ശേരി മുജാഹിദ് തന്നെ. അദ്ദേഹത്തിൻ്റെ പിരിവൊക്കെ ഒന്നൊന്നര സംഭവമാണ്. ആര് ചോദിച്ചാലും കൊടുത്തു പോകും. ആ രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളൊക്കെ. അതുകൊണ്ട് ആളുകൾ കൊടുത്തു പോകും. എന്താണ്, ആരും ആ വിഷയത്തിൽ കുറവല്ല എന്നർത്ഥം. ബാലുശ്ശേരി പറയാണ്, നിങ്ങളൊന്നും ബേജാറാവണ്ട, നിങ്ങളെ കയ്യിലുള്ള മോതിരങ്ങൾ, കൈത്തണ്ടയിലെ വളകൾ, മാലകൾ എല്ലാം അങ്ങോട്ട് ഊരി തന്നോളി, നിങ്ങൾക്ക് പകരം എന്താ തരിക? സ്വർഗ്ഗമാണ്. ബാലുശ്ശേരി മുജാഹിദ് സ്വർഗം കൊടുക്കുകയാണ്. പൊന്നു കൊടുത്താൽ, സ്വർണം കൊടുത്താൽ സ്വർഗം കൊടുക്കുകയാണ്. സ്വർഗം കൊടുക്കാനുള്ള നേരെ ഡയറക്റ്റ് കമ്പനിയാണ് ബാലുശ്ശേരിയുടെ കമ്പനി. അദ്ദേഹത്തെ അത് ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം ഇതാ സ്വർണം തരൂ, നിങ്ങൾക്ക് സ്വർഗം തരാം എന്ന് ബാലുശ്ശേരി പറയുന്നു കാണാം. ഒന്നും ബേജാറാണ്ട. കയ്യിന്റെ 2 വിരലിലുള്ള മോതിരം, കൈത്തണ്ടയിലുള്ള വള, കഴുത്തിലുള്ള മാല, അരയിൽ തൂക്കിയ അരഞ്ഞാണം, ഇതൊക്കെ ആഭരണമാണ്, ഇതൊക്കെ സ്വർണമാണ്, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റുണ്ടെ അവിടെ ഇടുക. 1 പവൻ, 2 പവൻ, 5 പവൻ. ഇത് വെറുതെ പറയില്ല, സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. അരയാഭരണങ്ങൾ, മാലകൾ, പാദസരങ്ങൾ ഇവിടെ ചൂഷണം ചെയ്യപ്പെടുന്നില്ല. മാത്രമല്ല, അദ്ദേഹം പടച്ചോനെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ സ്വർണം തരിയും, തന്നില്ലെങ്കിൽ പിന്നീട് ഒരു കാലത്ത് നിങ്ങൾ മുജാഹിദിൻ്റെ ബാലുശ്ശേരിക്ക് സ്വർണം കൊടുക്കാത്തതിൽ വലിയ ഖേദം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നൊക്കെ അദ്ദേഹം തട്ടിവിടുന്നുണ്ട്. ഏതായാലും അത് നിങ്ങൾ കണ്ടോളി. സ്ത്രീകളോട് ഞാൻ പറയണം, കുഞ്ഞി മോതിരം ഊരിയിട്ടാ മതി, അല്ലാഹു കൂലി തരും. ഇത് പടച്ചോനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നതാണ്. നമ്മൾ ഖേദിക്കും ഒരു കാലത്ത്, ഇതൊന്നും ചെയ്തില്ലല്ലോ. അതുകൊണ്ട് ആ കാര്യമൊക്കെ ശ്രദ്ധിക്കുക. അവിടെ നിന്ന് ആ രീതിയിലൂടെ പണം പിരിക്കുന്ന ഒരു സമ്പ്രദായം ഇല്ല. കഴിഞ്ഞില്ല. നമ്മുടെ സാക്ഷാൽ ഫൈസൽ മൗലവിയോ, അദ്ദേഹം പിന്നെ അങ്ങനെയല്ല, അദ്ദേഹം ബക്കറ്റിൻ്റെ ആളാണ്. അദ്ദേഹം പറയാ, നമുക്ക് ബക്കറ്റുള്ള കാലത്തോളം ഒന്നും പേടിക്കാറില്ല. അതുകൊണ്ട് അങ്ങനെ ബക്കറ്റ് പിരിവ് വേറെ. നമ്മുടെ സുന്നികൾ മാത്രമല്ല, ബക്കറ്റ് പിരിവ് ഫൈസൽ മൗലവി നടത്തുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പിരിവുകൾ മുജാഹിദിൻ്റെയും ജമാഅത്ത് ഇസ്ലാമിൻ്റെ ഒക്കെ നടക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഒരുങ്ങിയത്, ഞങ്ങൾക്ക് ബേജാറൊന്നുമില്ല. ഒരു ബക്കറ്റുള്ള കാലത്തോളം നമുക്ക് പ്രശ്നമില്ല. ആ ബക്കറ്റും കൊണ്ട് അങ്ങനെ പോയാൽ മതി, കാര്യങ്ങൾ നടന്നോളും. വേറൊരു മൗലവിയുണ്ട്. ആ മൗലവിൻ്റെ ഉമ്മ നല്ല സുന്നിയാണ്, നല്ല ഈമാനുള്ള പെണ്ണുങ്ങളാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ സ്വഹാബികളായ വനിതകൾ സ്വർണവും സ്വതക്കുകളൊക്കെ ബിലാൽ റളിയല്ലാഹു അൻഹു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പാഠം ഉൾക്കൊണ്ട ദീനി സംരംഭങ്ങളെയും മറ്റും സ്നേഹിക്കുന്ന ഒരു ഉമ്മയാണ്. ആ ഉമ്മയുടെ ഒരു മകൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്വർണം കൊടുത്തപ്പോൾ അദ്ദേഹം ചിന്തിച്ചിത്ര, എൻ്റെ ഉമ്മാക്ക് കബറിൽ വെളിച്ചം കിട്ടാനാണ് ഇത്. ഇവൻ്റെ ചെറിയ ആ യുക്തി കൊണ്ട് ഒന്ന് ചിന്തിച്ചത് എന്താ, എൻ്റെ ഉമ്മാക്ക് ഇതെല്ലാം ഉണ്ടാവുള്ളൂ, ഇത് ഇവിടുന്ന് കൊടുത്താൽ എൻ്റെ ഉമ്മാക്ക് വേറെ എന്താ ഉണ്ടാവുക? ഇതങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ഇതുകൊണ്ട് കബറിൽ പ്രകാശം കിട്ടണം? ഒരു എന്താ പറയുന്നത്, ആ ഒരു ചിന്താഗതിയുള്ള മക്കളെല്ലാവരും ഒരുപോലെ ഉണ്ടാവണമെന്നില്ലല്ലോ. ചില മക്കൾ നല്ല ദീനിയായിരിക്കാം, ചില മക്കളൊക്കെ ദീനിൻ്റെ യഥാർത്ഥ അഹ്ലുസുന്നയിൽ നിന്ന് തെറ്റി ജീവിക്കുന്ന, മാറി ചിന്തിക്കുന്ന, അങ്ങനെയുള്ള യുക്തിപരമായി ചിന്തിച്ച് ദീനിൻ്റെ ആശയാദർശങ്ങൾക്കോ മറ്റോ ഒരു വിലയും കൽപ്പിക്കാതെ യുക്തി കൊണ്ട് മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന മക്കളും ഉണ്ടാകാം. അത്തരത്തിലൊരു മകനായിരിക്കാം ചിലപ്പോൾ. അദ്ദേഹം ഇന്ന് മുജാഹിദ് കാരനാണ്. ഏതായാലും അപ്പം ഉമ്മാമാർ നാളെ ആഖിറത്തിൽ രക്ഷപ്പെടണം, അവരുടെ ഖബറിൽ രക്ഷപ്പെടണം, നാളെ അല്ലാഹുവിൻ്റെ സ്വർഗ്ഗത്തിലെത്തണം എന്ന് ആഗ്രഹിക്കുമ്പോൾ പോലും അതിൻ്റെ മുമ്പിൽ അവർക്ക് സ്വർണമോ അല്ലെങ്കിൽ പണമോ പത്രാസോ ഒന്നും അവർക്ക് വിഷയമല്ല. അതെല്ലാം അവർ ദീനിന് വേണ്ടി സമർപ്പിക്കും, ദീനിന് വേണ്ടി അവർ നൽകുന്നവരാണ്. അത്തരത്തിലൊരു ഉമ്മയുടെ കഥ, ഒരു മുജാഹിദിൻ്റെ, അവർ ഇപ്പോഴും മുജാഹിദായതാണ്, ആ മുജാഹിദിൻ്റെ ഉമ്മയുടെ സംഭവം പറയുന്നത് കാണാം. സ്കൂൾ 6ാം ക്ലാസ് പഠിക്കുന്ന സമയം, അന്ന് 2000 അന്നൊരു പ്രഭാഷകൻ ടി കെ മുഹമ്മദ് ബിലാൽ എന്ന് പറയുന്ന ഒരു പ്രഭാഷകൻ നാട്ടിൽ പ്രസംഗിക്കണം.
ഇപ്പൊ വയലിങ്ങനെ പറഞ്ഞു മരിച്ചുപോയവർക്ക് വേണ്ടി ഖബറിൽ പ്രകാശം കിട്ടാൻ, അവരുടെ ഖബർ വിജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? സ്വതക്ക ചെയ്ത് ദുആ ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോ നമ്മുടെ സാധാരണ ഇങ്ങനെ ആളുകളുടെ അടുത്തുനിന്ന് സ്വതക്ക തരേണ്ടത് ഇങ്ങനെ സ്റ്റേജിൽ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണം. ആ സമയത്ത് ഉമ്മാന്റെ 2 കമ്മൽ ഊരിട്ട് എന്റെ കയ്യിൽ തന്നത് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇതും കൊണ്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ എന്റെ മനസ്സിൽ വന്ന ചിന്ത എന്താണെന്നറിയോ? ആ ഉമ്മാന്റെ കയ്യിൽ അന്നുണ്ടായിരുന്ന 2 കമ്മല് അത് ഊരി എന്റെ കയ്യിൽ തന്നിട്ട് ഇത് അവിടെ കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ വന്നൊരു ചിന്ത, സത്യത്തില് ഒരു ഉമ്മ വളർത്തിക്കൊണ്ടുവരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഉമ്മാക്ക് സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഇതിങ്ങനെ ഉള്ളതും കൂടെ ഇങ്ങോട്ട് വാങ്ങി വെച്ചിട്ട് ഖബറിൽ വെളിച്ചം കിട്ടാൻ, പിന്നെ ഖബർ വിശാലമാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സാക്ഷാൽ ബാലുശ്ശേരി മൗലവി അദ്ദേഹം വിഷയത്തിൽ അഗ്രഗണ്യനാണ്. അദ്ദേഹം സ്ത്രീകളോട് പറയാള്, നിങ്ങൾ ക്ലാസ്സിൽ വരുമ്പോൾ ചിലപ്പോൾ പൈസ ഒന്നും എടുത്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ കയ്യിലുണ്ടാവില്ല, അതൊന്നും നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾ സ്വർണ്ണം ഊരി തന്നാൽ മതി, നിങ്ങൾ സ്വർണം നിങ്ങൾ ഊരി തന്നാൽ മതി എന്നൊക്കെ അദ്ദേഹം പറയുന്നത് കാണാം. സ്ത്രീകൾ പലപ്പോഴും ക്ലാസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല. ഒന്നുകൊണ്ടും ബേജാറാണ്ട. കയ്യിന്റെ 2 വിരലിലുള്ള മോതിരം, കൈത്തണ്ടയിലുള്ള വള, കഴുത്തിലുള്ള മാല, അരയിൽ തൂക്കിയ അരഞ്ഞാണം, ഇതൊക്കെ ആഭരണമാണ്, ഇതൊക്കെ സ്വർണമാണ്, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റ് ഉണ്ട് അവിടെ ഇടുക. എന്നിട്ട് മൂപ്പര് പ്രഭാഷണം, സ്വർഗം വേണമോ സ്വർണം വേണമോ എന്ന് നിങ്ങൾ ആലോചിക്കുക. അതും നമ്മളെപ്പോലെ സുന്നികളെപ്പോലെ 1 ഗ്രാം 2 ഗ്രാം ഏതെങ്കിലും വിശ്വാസിയായി ഉമ്മ ഇട്ട് കൊടുക്കുന്നത് പോലെ ഒന്നും അല്ല. 5 പവണ് 4 പവണ് 3 പവണ് ഇങ്ങനെ പവണുകളാണ് ബാലുശ്ശേരി മുജാഹിദിന് ഇഷ്ടം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 1 പവൻ 2 പവൻ 5 പവൻ ഇത് വെറുതെ പറയില്ല. സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. എന്താണ്? സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കുക. എന്താ വേണ്ടത്? സ്വർണം വേണം. ഇതിലും വലിയ അത്ഭുതം എന്താണെന്നറിയോ? ഇതൊന്നും കാണാതെ കേൾക്കാതെ പോകുന്ന പാവം അനുയായികളുടെ കഥയാണ്. ഇവരിതൊന്നും അറിയുന്നില്ല. ഇവർക്ക് കാണുന്ന ക്ലിപ്പുകളും മറ്റൊക്കെ സുന്നികൾ പിരിമുറുത്തുന്നു, കാണാതെ അത് മാത്രമാണല്ലോ കട്ടുമുറിച്ചിടുക. അപ്പം അത് മാത്രമേ അവർ കാണുന്നുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് അവരെ ചിന്ത വികസിക്കുന്നില്ല. അത് സംഭവമായിട്ട് പല ഗ്രൂപ്പുകൾ തള്ളുമ്പോഴാണ് അതിലും വലിയ പിരിവിൻ്റെ കഥ പുറത്തു വരുന്നത്. അപ്പോഴാണ് ഇവർ വായി പൊളിച്ച് നോക്കുന്നത്, ഓഹ് നമ്മളും ചെറുതൊന്നുമല്ല, വളരെ ഉഷാർ തന്നെയാണ്. മാത്രമല്ല ഒരു സുന്നി പണ്ഡിതന്മാരും എൻ്റെ അഡ്രസ്സ് ഞാൻ തരാം, നിങ്ങൾ എൻ്റെ അഡ്രസ്സിൽ അയച്ചു തന്നോന്ന് പറയാറില്ല. അതേ സ്ഥാനത്ത് ബാലുശ്ശേരി മുജാഹിദ് അതിലൊക്കെ വ്യത്യസ്തനാണ്. മൂപ്പര് പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പോഴില്ലേ വലിയ ബേജാറൊന്നും വേണ്ട, എൻ്റെ അഡ്രസ്സ് തരാം, ആ അഡ്രസ്സിലേക്ക് നിങ്ങൾ സ്വർണ്ണോ പൈസോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അയച്ചു തന്നാൽ മതി. വല്ലാത്തൊരു തുരികെട്ടി തന്നെ. ഇതൊന്നും കാണാതെ പോകുന്നല്ലോ എൻ്റെ പ്രിയപ്പെട്ട മുജാഹിദ് അനുയായികളെ. വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ്സ് വാങ്ങി അത് അയച്ചു തരിക. വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ്സ് വാങ്ങി അത് അയച്ചു തരിക. അതേ ബാലുശ്ശേരി തന്നെ പെരുന്നാളിന് കുളിച്ചൊരുങ്ങി വല്ല വസ്ത്രം ധരിച്ച് ഈദ്ഗാഹിൽ വന്ന സ്ത്രീകളോടും പുരുഷന്മാരോടും ആ സമയത്ത് പോലും അവരെ പിഴിയാനാണ് ബാലുശ്ശേരിക്ക് ഇഷ്ടം. അതാണ് മൂപ്പര് ആ സമയത്ത് പോലും നിങ്ങൾ ഇട്ടോളിയും, നിങ്ങൾ സ്വർണം കൊണ്ട് തന്നോളിയും, നിങ്ങൾ പൈസ തന്നോളിയും, തരാതെ പോകരുത് എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. സാധാരണ പറയുമ്പോലല്ല, വളരെ സ്ട്രോങ്ങിലാണ് മൂപ്പര് ഈദ്ഗാഹിൽ. നിങ്ങളുടെ സ്വർണ്ണങ്ങളൊക്കെ ബക്കറ്റിൽ അയച്ചിടൂ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ആഭരണങ്ങൾ ഈദ് മുസല്ലയിലെ ബക്കറ്റുകളിൽ അയച്ചിടൂ, നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ആഭരണങ്ങൾ ഈദ് മുസല്ലയിലെ ബക്കറ്റുകളിൽ അയച്ചിടൂ, നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊന്നും തെറ്റാണെന്നല്ല പറയുന്നത്. പക്ഷേ ഇതിൻ്റെ പേരിൽ സുന്നികൾ മാത്രം മോശമായി ചിത്രീകരിക്കും. അവർ ബക്കറ്റിൻ്റെ ആളാണ്, പിരിവിൻ്റെ ആളാണ്, അവർ വല്ലാതെ ചൂഷണം ചെയ്യുന്നവരാണ് എന്നൊക്കെ പറയുമ്പോൾ അത് തൊടാണ്ട് വീഴുന്ന അനുയായികളൊന്ന് ഇതൊക്കെ ഒന്ന് കാണണം എന്ന് മാത്രമാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത്. അല്ലാതെ നിങ്ങൾ ആരെയും മോശാക്കാനോ മറ്റോ ഒന്നല്ല. കാരണം പണ്ട് കാലം മുതൽ ഇന്ന് വരെയും ഈ ദിവസം വരെയും നമ്മളൊക്കെയും പിരിവെടുത്തുകൊണ്ടും മറ്റുമാണ് നമ്മുടെ ദീനി സ്ഥാപനങ്ങളും സംവിധാനങ്ങളും സംരംഭങ്ങളൊക്കെ വളർത്തിക്കൊണ്ടുപോകുന്നതും അത് നടത്തിക്കൊണ്ടുപോകുന്നതും യാതൊരു സംശയവുമില്ല. പക്ഷേ സുന്നികളത് മാത്രം കൊപ്പരയും നമ്മളത് ചക്കരയുമാകുമ്പോഴാണ് അത് നമുക്ക് പറയേണ്ടി വരുന്നത്. ഇൻഷാ അല്ലാഹ് ഒരു പുതിയ വിഷയമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.